ഹായ് ഫ്രാൻസ്, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരു വില്ലന്റെ സ്പിൻ ഓഫുമായി എത്തുന്ന ആദ്യത്തെ മലയാള ചിത്രം ഏതായിരിക്കും എന്ന് ചോദിച്ചാൽ മാർക്കോ തന്നെയാണ്. ഹനീഫ് അതിന് സംവിധാനം ചെയ്ത മാർക്കോ. നമുക്കറിയാം, മികാര എന്ന മൂവിയിലെ ഉണ്ണിമുകുന്ദൻ ക്യാരക്ടറിന്റെ പേരായിരുന്നു മാർക്കോ. അതിന്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ നല്ല പുറത്തു വിട്ടിട്ടുണ്ട്. ചോരയിൽ കുളിച്ച് കത്തിങ്ങനെ വായിൽ വെച്ചേക്കുന്ന ഒരു സീൻ, കിഡു സാധനം. ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ ഗംഭീരാണ്, അതിഗംഭീരാണ്. ഉണ്ണിമുകുന്ദൻ്റെ കരിയറിലെ ഒരു ബിഗ്ഗസ്റ്റ് മൂവിയാണ് വരാൻ പോകുന്നത്. ഏകദേശം 6 ലാംഗ്വേജിൽ പടമുണ്ട്. വലിയ രീതിയിലുള്ള പ്രൊമോഷൻസ് ആണ് നടക്കുന്നത്. ബിഗ് ബജറ്റാണ്. ഹനീഫ് അതിനെയാണ് സംവിധാനം ചെയ്യുന്നത്. നമുക്കറിയാം, മികായലിന്റെ ഓപ്പോസിറ്റ് ക്യാരക്ടറായിരുന്നു മാർക്കോ. നിവിൻ പോളി ഉണ്ടായിരുന്ന പടത്തിൽ. പടം കൊമേഴ്സിൽ അത്ര ശ്രദ്ധിക്കപ്പെട്ട പടമായിരുന്നില്ല. പക്ഷെ ഇവരെ ക്യാരക്ടേഴ്സ് രണ്ടുപേരുടെയും ഭയങ്കര സംഭവമായിരുന്നു. ഇതിൽ എടുത്തു പറയേണ്ട ഉണ്ണിമുകുന്ദൻ്റെ ക്യാരക്ടർ ഉണ്ട്. ആള് ബോഡി കാണിച്ചു തന്ന 2 സീനുകളൊക്കെ ഉണ്ട്. അടിപൊളിയാണ്. ക്ലൈമാക്സിലെ ഫൈറ്റുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല രീതിയിൽ ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഒരു മൂവി ആയിരുന്നു അത്. കൊമേഴ്സ്യലി മാർഷൽ ആർട്സ് ഒക്കെ ഭയങ്കര രസമായിട്ട് കൊണ്ടുവന്നൊരു മൂവി ആയിരുന്നു. അപ്പോൾ ഈ ലുക്ക് പിടിച്ച് മാർക്കോ എന്നുള്ള ലുക്ക് പിടിച്ച് വരുന്ന സമയത്ത് ഗംഭീര പ്രതീക്ഷയാണ് ഈ പടത്തിന് വരുന്നത്. ഇതിൻ്റെ പ്രൊഡ്യൂസർ വരുന്നത് ഷെരീഫ് മുഹമ്മദ് അബ്ദുൽ ഗദാഫ് ആണ്. ക്യൂബ്സ് ഇന്റർനാഷണലാണ് ഈ പടം പ്രൊമോട്ട് ചെയ്യുന്നത്, മാർക്കറ്റ് ചെയ്യുന്നത്. ഉണ്ണിമുകുന്ദൻ ഫിലിംസ്. ഇത് ഏകദേശം 5 കോടി രൂപയ്ക്കാണ് കേട്ടോ അതിൻ്റെ ഹിന്ദി ഡബ്ബിംഗ് റൈറ്റ്സ് വിറ്റുപോയുള്ളത്. 50% തിയേറ്റർ ഷെയർ സ്വന്തമാക്കിയിട്ടാണ് ഈ പടം പോയിട്ടുള്ളത് ഹിന്ദിയിൽ. അപ്പോൾ നമുക്ക് ഊഹിക്കാം ഈ പടത്തിൻ്റെ എത്രമാത്രം റെക്കോർഡാണ് ഈ പടം. 5 കോടി എന്നൊക്കെ പറഞ്ഞ റെക്കോർഡാണ്. വെച്ച് കഴിഞ്ഞാൽ ഒരു ബോളിവുഡിലെ ഹിന്ദിയിലേക്ക് എടുക്കുന്ന സമയത്ത് ഇത്രയും വലിയ ഷെയർ, 50% തിയേറ്റർ ഷെയർ എടുക്കുന്ന സമയത്ത് ഇത്ര പ്രതീക്ഷ ഈ പടത്തിന് കൊടുക്കുന്നുണ്ടെന്നാണ്. പിന്നെ ഇതിൻ്റെ എല്ലാ മേഖലയിലും ടെക്നിക്കലായാലും BGM ആയാലും ഒക്കെ നല്ല സ്കിൽഡായ ആൾക്കാരാണ് വന്നിട്ടുള്ളത്. നമുക്കറിയാം, KGF അതുപോലെ തന്നെ സലാറിൻ്റെ ഒക്കെ BGM ചെയ്ത രവി ബസൂറാണ്. അപ്പൊ തന്നെ സാധനം ഒരു ഗ്യാരണ്ടി അവിടെ വന്നില്ല. BGM ഒക്കെ, പിന്നെ ഫൈറ്റും കാര്യങ്ങളൊക്കെ പറയാം. പിന്നെ ഈ പടത്തിന്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റ് കാര്യം സംഭവം ഫുൾ പക്ക വയലൻസ് ആണ്. ആ ലുക്ക് കണ്ടറിയാം, അത്രയും വയലൻസ് ഈ പടത്തിലുണ്ട്. ആ രീതിയിൽ തന്നെ ട്രീറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിന് എന്താ പറയുക, സ്റ്റണ്ടിന് ഇമ്പോർട്ടൻസ് ഉണ്ടാവും, ഫൈറ്റ് ഇമ്പോർട്ടൻസ് ഉണ്ടാവും. കൈല കിങ്സൺ, സ്റ്റൺ സിൽവ ഫെലിപ്സ്, ഈ 3 പേരും കൂടിയിട്ടാണ് ഇതിൽ ഫൈറ്റ് കൈകാര്യം ചെയ്യുന്നത്. 3 പേര് കേട്ടോ. അപ്പോൾ ഇതിന് എത്രമാത്രം ഈ പടത്തിൽ ഫൈറ്റ്സിന് ഇമ്പോർട്ടൻസ് ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. 1-2 ഫൈറ്റിൽ 8 ഫൈറ്റാണ് പടത്തിലുള്ളത്. അപ്പോൾ 8 ഫൈറ്റ് എന്ന് വെച്ചാൽ ആവറേജ് ഒരു 5 മിനിറ്റ് ഫൈറ്റ് വന്നാലും അല്ല, 5 മിനിറ്റ് മുകളിൽ വന്നാലും 1 മണിക്കൂർ നേരം ഈ പടത്തിൽ ഫൈറ്റ് ആയിരിക്കും. അപ്പോൾ അത്രയും ഫൈറ്റിന് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ളൊരു പടമാണ്. അതാണ് 3 പേര് കൂടി ചെയ്തിട്ടുള്ളത്. പിന്നെ BGM ഞാൻ പറഞ്ഞു, KGF സലാറൊക്കെ ചെയ്തിട്ടുള്ള ആളാണ് രവി. പിന്നെ സംവിധായക ഹനീഷ് മദനി നമുക്കറിയാം, ഗ്രേറ്റ് ഡയറക്ടർ, നല്ല സ്കിൽഡാണ്. ഒരുപാട് ടെക്നോളജി ഒക്കെ ഉപയോഗിച്ച് ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്ന നല്ല സ്കിൽഡ് ആയിട്ടുള്ള ആളാണ് ഡയറക്റ്റ് ചെയ്യുന്നത്. ഈ പടം ഇറങ്ങിയിട്ട് ഇപ്പോൾ ഒരു 4-5 കൊല്ലമായി തോന്നുന്നു എനിക്ക്. ആ സമയത്തൊരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു തരത്തിലെടുത്ത പടം തന്നെയാണ്. അതിനുശേഷം RDX, പക്ഷേ ആ കാലഘട്ടം മാറിയപ്പോൾ RDX ഒക്കെ അറിയാം. അതൊക്കെ ഏകദേശം ഒരു കാറ്റഗറി ആയിരിക്കും ഫൈറ്റ് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ളത്. പടം അവിടെ കളക്ട് ചെയ്ത് നമുക്കറിയാം. ഇപ്പോൾ കറക്റ്റ് സമയമാണ് മാർക്കോനെ ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ട കറക്റ്റ് സമയമാണ്. ഉണ്ണിമുകുന്ദൻ്റെ രൂപത്തിൽ വരുമ്പോൾ ലുക്കും കാര്യങ്ങളും ഒക്കെ അറിയാം. ഫൈറ്റ് ചെയ്യുന്ന സീനുകളൊക്കെ നമ്മൾ ഒരുപാട് പടങ്ങളിൽ കണ്ടിട്ട്. അപ്പോൾ ഇതൊരു വേറെ ലെവൽ മൂവി ആയിരിക്കും. കൊമേഴ്സിൽ തകർക്കാൻ പോകുന്ന ഉണ്ണിമുകുന്ദൻ്റെ കരിയറിലെ ഏതായിട്ട് ലാസ്റ്റ് കളക്ട് ചെയ്ത് പോയ പടം നമ്മുടെ കല്ലൂൻ്റെ പടം, ശബരിമല പടം, മാളികപ്പുറമാണ് ഏറ്റവും ടോപ്പ് കളക്ഷൻ വന്നിട്ടുള്ളത്. അപ്പം അത് ബ്രേക്ക് ചെയ്യാൻ പോകുന്ന ഒരു വലിയ പാൻ ഇന്ത്യ മൂവിയാണ്. 6 രാജ്യങ്ങളിൽ 6 ഭാഷകളിൽ പടമുണ്ട്. 6 രാജ്യങ്ങളിൽ 6 ഭാഷകളിൽ പടമുണ്ട്. യാതൊരു സംശയമില്ല. ബോളിവുഡിലൊക്കെ ഒരു റെക്കോർഡ് തന്നെയായിരിക്കും ഈ പടം എന്ന് പ്രതീക്ഷിക്കുക. കാരണം ആ രീതിയിലുള്ള പ്രൊമോഷൻസ് ആക്ടിവിറ്റീസും 50% തിയേറ്റർ ഷെയറൊക്കെ എടുത്ത് ചെയ്തില്ല. 5 കോടി രൂപയ്ക്കാണ് വിറ്റ് പോയിട്ടുള്ളതെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്തത് ഇൻഡസ്ട്രിയിൽ മലയാള ഇൻഡസ്ട്രി വളരെയാണ്. അപ്പോൾ എല്ലാവർക്കും ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. അതിനുവേണ്ടി മുന്നിൽ നിൽക്കുന്ന ആളുകൾ, അപ്ഡേറ്റ് ആവുന്ന ആളുകൾക്കൊക്കെ ഓപ്പർച്യൂണിറ്റി ഉണ്ട്. ആ രീതിയിൽ വളർന്നു തുടങ്ങി എല്ലാവരും, യാതൊരു സംശയമില്ല. അപ്പോൾ ഓൾ ദി ബെസ്റ്റ് മാർക്കോ ടീം, ഹനീഫ് അദ്നി, ഓൾ ടീം വിത്ത് ക്രൂ ഉണ്ണിമുകുന്ദൻ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ഓക്കെ, ബൈ.